ഈ മനോഹരമായ പന്തലിൽ ഞാൻ കാലുകുത്തിയപ്പോൾ ഓർത്തു, കർത്താവേ, ഇതിനുമേലൊരു ആത്മീയ ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിത രീതികൾക്ക് മാറ്റമുളവാക്കുന്ന, ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവത്തിലേക്ക് നമ്മെ ഈ ദിവസങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുവാണ്. മെത്രാപ്പോലിത്തായും സറാഫി തിരുമേനിയും മോത്തി അച്ഛനുമൊക്കെ വളരെ മലങ്കര സഭയിലെ ഏറ്റവും ഒരു പണ്ഡിതനാണല്ലോ മോത്തി അച്ഛൻ. ഇന്നലെ രാത്രി അച്ഛനാ പ്രസംഗിച്ചത് മനസ്സിലായി. നമ്മുടെ തിരുമേനി കുർബാനയുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിൽ ധ്യാനം, കുർബാന കൊള്ളുന്നവർ, കുർബാന അനുഭവിക്കുന്നവർ കുർബാനയായി മാറുക. മെത്രാപ്പോലിത്ത പ്രസംഗിച്ച 15-ാം സങ്കീർത്തനം 1 മുതൽ 3 വാക്യം, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? ദൈവം വസിക്കുന്ന കൂടാരത്തിൽ, ദൈവം വസിക്കുന്ന ഭവനത്തിൽ ആരാണ് പാർക്കുന്നത്? ചില കാര്യങ്ങൾ മെത്രാപ്പോലിത്ത പറഞ്ഞു, അത് മനസ്സിലാക്കുന്നു. ദൈവജനങ്ങളെ, കൊട്ടാരക്കര പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നമ്മുടെ പിതാക്കന്മാർ 68 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച ഈ മഹായോഗം മലങ്കര സഭയ്ക്ക് തന്നെ ഒരാവേശം കൊള്ളുന്ന അനുഭവമാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും, ഇതിൻ്റെ സംഘാടകരെയും കൂടി വന്ന ഈ പന്തൽ ഏറെക്കുറെ നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ എനിക്ക് വളരെ അധികം ആൾക്കാരുമായി ബന്ധങ്ങൾ പരിചയമുണ്ട്. നിങ്ങളെ എല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തിരുമേനിയുടെ കുടുംബവുമായി എനിക്ക് ചില ബന്ധങ്ങളുണ്ട്. PN അലക്സാണ്ടർ അച്ഛൻ എൻ്റെ ഒരു ഗുരുവാണ്. അങ്ങനെയാണ് ഞാൻ ഈ തിരുമേനിയുടെ കുടുംബമായി, തോമസ് കുട്ടി, അച്ഛൻകുഞ്ഞുമൊക്കെ വളരെ സഹോദര ബന്ധങ്ങളാണ്. പ്രിയപ്പെട്ട തിരുമേനി, ഞാൻ തിരുമേനിയുടെ പ്രത്യേക ശൈലി, രീതി, പ്രസംഗം, ജീവിതം വളരെ ആകർഷണമാണ്. വളരെയധികമായ ഒരു അനുഭവം ഞാനുമായിട്ടുണ്ട്. എനിക്കിങ്ങനെ അവസരം നൽകിയതായ പ്രിയപ്പെട്ട തിരുമേനിയോട്, വെൽക്കം ചെയ്ത ജോർജ് വരിസച്ചനോടും മറ്റേ എല്ലാവരോടും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ കരമുയർത്തി ഇന്ന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹമേറിയ ഒരു മനോഹരമായ പന്തലിൽ ആവേശകരമായ കത്തോലിക്കയിലെ ബിഷപ്പിനെ എനിക്ക് അത്ര ക്ലീമിസിനുവേണ്ടി നല്ല പരിചയമാണ്. പക്ഷേ ഒരു ഭാവിയിൽ ഒരു മെത്രാപ്പോലിത്തയായി ദൈവം അഭിഷേകം ചെയ്തിട്ട് കൊട്ടാരക്കര മേഖലയിൽ ജോർജ് വരിസച്ചനൊക്കെ ഒന്നിച്ച് പഠിച്ച് വളർന്ന മലങ്കര കത്തോലിക്ക സഭയിൽ ധീരനായ ഒരു യുവ ബിഷപ്പാണല്ലോ. അതോർത്ത് സ്തോത്രം ചെയ്തു. ഞാനിപ്പോൾ സാധാരണ പറയാറുണ്ട്, മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പ്രത്യേകത ഈ കാലഘട്ടത്തിൽ പണത്തിൻ്റെ കൊഴുപ്പിൽ, അധികാരങ്ങളിൽ, ഭൗതിക നേട്ടങ്ങളിൽ പിതാക്കന്മാർക്ക് ലഭിച്ചതായ ദർശനം മറക്കുന്നൊരു അനുഭവമാണ്. 68ാമത് കൺവെൻഷൻ, മാരാമണ്ണ് മഹായോഗം 131ാമത് കൺവെൻഷൻ, ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച പുതുപ്പള്ളി സെൻറ്ററിൽ 109ാമത്തെ വർഷം കൺവെൻഷൻ. എന്താണ് ഈ കൺവെൻഷൻ്റെ പ്രത്യേകത? പണമുണ്ടാക്കാനാണോ? വല്ല പിരിവോ സംഘടനയോ ഭദ്രാസൻ്റെ വളർച്ചയ്ക്കാണോ ഈ കൺവെൻഷൻ? 1836 മലങ്കര സഭ ഇന്ന് മാർത്തോമാ സഭ രൂപം കൊണ്ടപ്പോൾ ചില കാര്യങ്ങൾ വിട്ട ദൈവവചനമായ പിതാക്കന്മാർ ഉണർന്നു. അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ അറിവിൽ കേരളത്തിൽ വിശുദ്ധ കുർബാനയിൽ മലയാളത്തിൽ 1837 ഓഗസ്റ്റ് 15-ാം തീയതി കൈതേൽ ഗീവറിസച്ചനും ഏബ്രഹാം മൽപ്പാനച്ചനും കൂടെ ചേർന്ന മാരാമണ്ണ് വലിയ പള്ളിയിൽ സുറിയാനി ഭാഷ വിട്ട മലയാളത്തിൽ പ്രസംഗിച്ചു. അന്നാണ് ആദ്യമായ വചനധ്യാനമുണ്ടായത്. പിന്നെയാണ് മാരാമണ്ണ് പള്ളിയിൽ കൺവെൻഷൻ ആരംഭിച്ചത്. നമ്മുടെ പിതാക്കന്മാരുടെ ദർശനം വലിയ പള്ളിയോ പാരീഷോളോ ഒന്നുമല്ല, വളരെയധികമായി ദൈവത്തെ അറിയുക, കുർബാനയായി മാറുക, കുർബാന കൊള്ളുന്നവരെ, കാണുന്നവരെ, അർപ്പിക്കുന്നവരെ നമ്മുടെ ജീവിതം ഒരു അനുഭവത്തിലാകണമെങ്കിൽ നമ്മുടെ തിരുമേനി കേട്ട് ദൈവ വചനം, ആ വചനം കേട്ട് അനുസരിക്കുക. 50 വർഷമായി ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന ആളാണ്. 52 വർഷമായി കർത്താവിനെ അറിഞ്ഞിട്ട്. സമയമുണ്ടെങ്കിൽ എൻ്റെ ഒരു വാക്കൊക്കെ സാക്ഷി പറയും. പ്രിയമുള്ള ദൈവജനങ്ങളെ, നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന നല്ല പാട്ട്, ഇവിടെ അച്ഛന്മാരെല്ലാം എനിക്ക് ഏറെക്കുറെ എല്ലാവരെയും നല്ല പരിചയമാണ്. നമുക്കറിയാവുന്ന ഒരു ചരണം എല്ലാവരും ശാന്തമായി കൈയടിക്കാതെ പാടാം. നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും
നല്ലതാക്കി നിന്നിഷ്ട ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ട വേദവാക്യങ്ങൾ ഞങ്ങൾ കാതായമാവാ. വേദനാഥനെ നിൻ ജ്ഞാനം നൽകുകേ. വേദനാഥനെ എല്ലാവരും ചേർന്ന് പാടാം. നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയോ നല്ലതാക്കി നിന്നിഷ്ടത്തെ നല്ലതാക്കി നിന്നിഷ്ടം ചൊല്ലിടേണമേ. എല്ലാവരും പാടുകയും ശബ്ദം ഉയർത്തി ആരാധിക്കുകയും ഇവിടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാട്ടുപാടി അച്ഛന്മാരോട് നേതൃത്വത്തിൽ നമ്മുടെ തിരുമേനി അതിൽ പൂർണ്ണ സമ്മതിച്ച് ജനമെല്ലാം എഴുന്നേറ്റ്. ഞാൻ വളരെ അധികമായി സഭയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, ദൈവജനങ്ങളെ, ദൈവവചനത്തിന് മുൻപിൽ നമ്മുടെ ശൈലിക്ക് സ്വഭാവ ശുദ്ധീകരണത്തിന് മാറ്റം തരാൻ ദൈവം മതിയായവനാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നു. ഞായറാഴ്ച ഇവിടെ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ഈ പന്തലിൽ ഒരാത്മീയ അനുഭവം, അനുഗ്രഹം മലങ്കര സഭയെ കൊട്ടാരക്കര പുനരുദ്ധാസത്ത് കൊട്ടാരക്കര മാത്രമല്ല നമ്മുടെ സഭയ്ക്ക് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. തിരുവനി ഇടയ്ക്ക് സ്തോത്രം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് സ്തോത്രമൊക്കെ പറയും. തിരുവിനോട് ചോദിക്കാറ് പറഞ്ഞോളാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, എനിക്കിങ്ങനെ പച്ചയ്ക്ക് പറയാനേ അറിയത്തുള്ളൂ. എൻ്റെ ഈ കരം ചോരപുരണ്ട കരങ്ങളാണ്. എത്ര കേസ് ഞാൻ പ്രതിയായിരിക്കുമ്പോഴാണ് 107 കിലോ വെയിറ്റ് ഉള്ളപ്പോൾ 52 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവിനെ അറിഞ്ഞു. ദൈവവചനത്തിന് മുൻപിൽ ആഴമേറിയ അനുഭവം ദൈവം നൽകി. അങ്ങനെയാണ് ഞാനിങ്ങനെ വളരാൻ ഇടയായത്. മാർത്തോമാ സഭയിലെ വൈദികന്മാർ, ബിഷപ്പുമാർ, സുവിശേഷകർ ദൈവത്തിൻ്റെ വചനത്തിൽ എന്നെ വളർത്തി. കൊട്ടാരക്കര ജൂബിലി മന്ദിരമായി ഒരു 50 വർഷത്തെ ബന്ധം ഈ സ്ഥാപനമായി ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും മക്കളെ, കൊച്ചു കുട്ടികളൊക്കെ വളരെ കുറവാണല്ലോ ഇവിടെ. എന്നാൽ ഇത്രയും പേര് വന്നല്ലോ. നിങ്ങൾ വളരെ നന്നായി, വളരെ നല്ല ഭംഗിയായി, ചിട്ടയായി ഇത് ചെയ്യുന്നതിൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വിശുദ്ധ കുർബാനയ്ക്കായി ഒരുങ്ങുന്ന ജനത്തിന് പലതരമായ പരീക്ഷകൾ ഉണ്ടാകും. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കുർബാനയായി മാറാൻ ശ്രമിക്കുമ്പോൾ പലതരമായ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ചില പരീക്ഷയെ നമ്മൾ തോറ്റുപോകും, ചില പരീക്ഷയെ നമ്മൾ ജയിക്കും. ഇന്ന് രാത്രിയിൽ അതുമായി ഒരു ചെറിയ ധ്യാനം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങളുടെ ആടിയിലുണ്ടോ? വേദോസം വായിക്കാമോ? അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ മതി. ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പഠിക്കുമ്പോൾ, അധ്യായങ്ങൾ നമ്മൾ കാണുമ്പോൾ അനവധി പരീക്ഷകൾ നിറഞ്ഞ ഒരു ജീവിതത്തിന് ഉടമയായിരുന്ന അബ്രഹാമിന് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലതരമായ പരീക്ഷകളുണ്ടാകാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ജഡത്തിൻ്റെയും പണത്തിൻ്റെ അധികാരമോഹികളായ പലതരമായ പരീക്ഷകൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടും. വിശുദ്ധ കുർബാന കൊള്ളുമ്പോൾ, നമ്മൾ അനുഭവിക്കുമ്പോൾ, യേശുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ യേശു കർത്താവിന് പരീക്ഷയുണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വചനം നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഏത് പരീക്ഷയിൽ നേരിട്ടാലും വിജയത്തിൻ്റെ കരം നീട്ടാൻ ദൈവം മതിയായവനാണ്. ശിംശോൻ ദൈവം വിളിച്ച് വേർതിരിച്ച അഭിഷേകം ചെയ്ത ധീരനായ ഒരു മനുഷ്യൻ, ജഡത്തിൻ്റെ മോഹം, ഒരു സ്ത്രീയുടെ മടിയിൽ അവൻ ഉറങ്ങി.
ദൈവമക്കളെ, കുർബാന കൊള്ളുന്നവരെ, കമ്മിറ്റിക്കാരെ, വലിയവരെ, ചെറിയവരെ, ശ്രദ്ധയോട് കേൾക്ക. മോഹത്തിൽ അടിമയായ ശിംശോന്റെ കൃപ ചോർന്നുപോയി, പരാജയപ്പെട്ടു പോയി. എന്നാൽ ദാനിയേൽ എന്ന മനുഷ്യന് നേരിട്ട പരീക്ഷ വായിക്കണ്ട. ദാനിയേൽ പുസ്തകം 1-8 കാണുമ്പോൾ രാജകൽപ്പനയാണ്, രാജാവിൻ്റെ ഓർഡറാണ്. ബാബിലോൺ രാജ്യത്തെ അടിമയെ ചെന്നവനാണ്. താൻ ആയിരുന്ന മേഖല ആയിരുന്ന ചുറ്റുപാടുന്ന വേറൊരു രാജ്യത്തെ കുടിയേറിയിരിക്കുവാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ദാനിയേൽ 1:8 വായിച്ചാൽ പറയുന്നു, ദാനിയേൽ പറയുന്നു, എൻ്റെ ഹൃദയത്തെ ഞാൻ അശുദ്ധമാക്കിയില്ല. ഞാൻ പറയാം, അവനൊരു ഉടമ്പടിയുടെ പ്രഖ്യാപനമാണ്. ക്രിസ്ത്യാനി ആരാണ്? ദൈവവചനം കേൾക്കുന്ന ഞാനും നിങ്ങളും ഉടമ്പടിയുടെ അനുഭവമാണ്. കുർബാന കൊള്ളാൻ തയ്യാറാകുന്ന വിശ്വാസിയെ നമ്മുടെ ശരീരം, നമ്മുടെ ആളത്വം, നമ്മുടെ ശൈലി പിശാചി നമ്മളെ പലതരത്തിൽ പരീക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ദാനിയേലിനെ വിടുവിച്ചു. ഞാൻ യുവജനങ്ങൾക്ക് ക്യാമ്പസുകളിൽ പ്രസംഗിക്കും ജോസഫിനെ കുറിച്ച്. ജോസഫിനെ പൊത്തിപ്പേൻ്റെ ഭാര്യയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ വിശുദ്ധിയുടെ അനുഭവം ഓടി രക്ഷപ്പെട്ടു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ വിശ്വാസികളെ, മ്ലേച്ഛത, അനീതി, അശുദ്ധി, പാപവും പെരുകുന്ന ലോകത്തിൽ പലതരമായ മോഹങ്ങൾ, വിശുദ്ധിയുടെയും മലിനപ്പെടുത്താവുന്ന സാഹചര്യങ്ങൾ പിശാചി നമുക്ക് തന്ത്രങ്ങൾ ഒരുക്കും. എത്ര വീരന്മാർ, എത്ര ഭക്തന്മാർ, എത്ര ദൈവജനങ്ങൾ തോറ്റുപോയി. പേടിക്കണ്ട. 2026 4 രാത്രിയിൽ നമ്മുടെ തിരുമേനിമാരോട് ചേർന്ന് വിലപ്പെട്ട വാക്കുകൾ കേട്ടല്ലോ. വചനത്തിന് മുൻപിൽ ഏൽപ്പിച്ചാൽ വിജയത്തിന് കരം നീട്ടുന്ന ദൈവത്തിൻ്റെ നാമം മതിയായതാണ്. 4 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. അബ്രഹാമിന് നേരിട്ട പരീക്ഷ എഴുതിയെടുക്കുന്നവർക്ക് വേണേ പറയാം, പോയിന്റ് പറയാം. 1, വേർപാടിൻ്റെ പരീക്ഷ. 2, ആശ്രയത്തിൻ്റെ പരീക്ഷ. 3, ശുദ്ധീകരണത്തിൻ്റെ പരീക്ഷ. 4, ശുദ്ധീകരണത്തിൻ്റെ പരീക്ഷ. 2026 ജനുവരി 1 ഞായറാഴ്ച മാർത്തോമാ സഭയിൽ എല്ലാ പള്ളികളിലും 1 പാഠം വായിച്ചു. ആ വേദഭാഗമാണ് ഞാൻ വായിപ്പിക്കാൻ പോകുന്ന. എൻ്റെ സഹോദരനും സുഹൃത്തും ആത്മീയ സഹോദരനായ യോനാച്ചൻ ഒന്ന് വായിച്ച് നൽകിയല്ലോ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുന്നെന്നാൽ, നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും പുറപ്പെടുക. വായിച്ചു. ദൈവം അബ്രഹാമിനെ വിളിക്കുക. കൽദയുടെ ഊരിൽ നിന്നും ചില ആചാര അനുഷ്ഠാന മേഖലയിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിക്കുക. ആ വിളിയുടെ ഉദ്ദേശം, വിളി കേട്ട് നീ പിൻപറ്റിയാൽ നിനക്ക് ചില അനുഗ്രഹങ്ങളുണ്ട്. താഴോട്ട് വായിച്ചേ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ദൈവവചനം കേട്ട് ദൈവത്തെ അറിഞ്ഞാൽ നിന്നെ ദൈവം ഒരു നാൾ കൈവിടുകയില്ല. വായിച്ചോ. നീ ഭൂമിക്കൊരു അനുഗ്രഹമായിരിക്കും. ഒരു ലോട്ടറി ടിക്കറ്റുകാരത്തിയെ, കണ്ണിന് കാഴ്ചയില്ലാത്തവളെ, അന്ധതയെ മോഷണത്തിൽ അവൻ്റെ സാധനം കൊണ്ടുപോയപ്പോഴും ആ സഹോദരി ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന പോലെ. വായിച്ചോ. ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ, അടുത്ത വാക്ക, ദൈവം തന്നോട് എന്ത് കൽപ്പിച്ചു അവനത് പൂർണ്ണമായി അനുസരിച്ചു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ പോയിന്റ് നൽകും. വേർപാടിൻ്റെ ഒരു പരീക്ഷയാണ് അബ്രഹാമിന് നേരിട്ടത്. കുർബാന കൊള്ളുന്നവർ ഒരു വേർപെട്ട ജീവിതമായിരിക്കണം. വേർപാടിൻ്റെ ജീവിതം. വേർപാട് സഭയല്ല, വേർപെട്ട അനുഭവം. അശുദ്ധിയും മ്ലേച്ഛതയും പാപവും കൊടികുത്തി വാഴുന്ന ലോകത്തിൽ
ക്രിസ്ത്യാനി ആരാണ്, സുവിശേഷ പ്രസംഗൻ ആരാണ് തിരിച്ചറിയാത്ത മേഖലയിൽ ഒരു വേർപെട്ട ജീവിതം. 4 സങ്കീർത്തനം 3 വാക്യം എങ്ങനെയാണ്? യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ഒരു വേർപെട്ട ജീവിതം. പാടിയ കോയരംഗങ്ങളെ, ഇതിൻ്റെ സംഘാടകരെ, കൂടി വന്ന വിശ്വാസികളെ, ദൈവജനങ്ങളെ, ഒരു വേർപെട്ട ജീവിതം. 12 സങ്കീർത്തനം 1 വാക്യം ഉദ്ധരിച്ച യോഹന്നാൻ ജോസഫ് മാർത്തോമ മാരാമണു മഹായോഗത്തിൽ ഒരു 8 വർഷത്തിന് മുമ്പേ പ്രസംഗിച്ച വാക്യം ഇതായിരുന്നു: യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു. ഒരു വേർപാടിൻ്റെ അനുഭവം. അബ്രഹാം വിജയിച്ചു. ഇന്ന് രാത്രിയിൽ വളരെ വിനയമായി, സ്നേഹമായി, ശക്തമായി പറയട്ടെ, പാപത്തിനെതിരെ, അശുദ്ധിക്കെതിരെ, മോഹത്തിനെതിരെ, ജഡത്തിനെതിരെ വേർപെട്ട് ജീവിക്കുക. അപ്പസ്തലനായ പൗലോസിൻ്റെ ആത്മീയ മകനും നിജപുത്രനായ തീമോഥെയോസിനോട് പറഞ്ഞു: മോനെ, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിൽ, നടപ്പിൽ നിന്റെ പാട്ടും പ്രസംഗവും ഓട്ടവും ചാട്ടമല്ലെന്ന്. ജീവിതമാണ് വലുത്. ഒരു വേർപെട്ട ജീവിതം. എൻ്റെ പിതാവ് മരിച്ച ശേഷമാണ് അലക്സാണ്ടർ തിരുമേനി കാലം ചെയ്ത് നിത്യത്തിലേക്ക് പ്രവേശിച്ചു. കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ തൻ്റെ അന്ത്യസമയത്ത് ഞാനും അവിടെയുണ്ട്. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനുമാണ് അന്ന് സഭാ സെക്രട്ടറി ഡോക്ടർ PJ പിലിപ്പച്ചൻ. ഞാൻ വാവിട്ട് കരഞ്ഞുപോയി. ദൈവഭക്തനായ വിശുദ്ധൻ്റെ വേർപെട്ട അനുഭവം. ഞങ്ങളുടെ അടുത്താണ് കുറിയന്നൂരിൽ താൻ ജനിച്ചു വളർന്ന തൻ്റെ ശൈലി, അധ്യാപകനായി, അച്ഛനായി, ബിഷപ്പായി, മെത്രാപ്പോലിത്തയായി, വലിയ മെത്രാപ്പോലിത്തയായി അങ്ങനെ ഞാൻ കണ്ടുവന്നാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വളരെ എൻ്റെ ഭവനവുമായി, എൻ്റെ ഭാര്യയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബവുമായി, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ തീത്തോ സിരിമേനി ഞങ്ങളുടെ കുടുംബത്തിലെ ആളെന്ന് പറയും. അത്ര ബഹുമാന സ്നേഹമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു വേർപെട്ട ജീവിതം. മദ്യപാനികൾ ആരും ഞായറാഴ്ച ഇവിടെ കുർബാന കൊള്ളരുത്. ഇവിടെ തിരുമേനി മദ്യപാനികളുണ്ടോ? വളരെ ബുദ്ധിമാനായ തിരുമേനി പറഞ്ഞു കുറവാണ്. ഒറ്റ കുടിയന്മാർ കൗൺസിലിൽ കയറരുത്, കമ്മിറ്റി കയറരുത്. ഞാൻ അനേക പ്രാവശ്യം മണ്ഡല മെമ്പറായിരുന്നു. ഞാൻ അനേക പ്രാവശ്യം സഭയുമായി വളരെ പലതരത്തിൽ ബന്ധമുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ മദ്യത്തെക്കാളും വിഷമാണ് നുണ പറയുന്നത്. ഒരമ്മാമ്മയുടെ ഷേപ്പ് മാറിപ്പോയല്ലോ. ഇങ്ങോട്ട് നോക്കാം. വിശ്വാസികളെ, ദൈവമക്കളെ, കുർബാനയ്ക്ക് ഒരുങ്ങുന്നവരെ, ഒരു വേർപെട്ട ജീവിതം. എൻ്റെ പ്രസംഗത്തെക്കാളും ഞാൻ SK ബ്രാസാറ് സൈറസിൻ്റെ കൂടെ AVETയുടെ കൂടെയൊക്കെ കൊച്ചു പ്രായത്തിൽ ധാരാളം പ്രവർത്തന മേഖലയെ സജ്ജമായിരുന്ന ഒരാളാണ്. ഞാൻ വിവരിക്കുന്നില്ല. തുറന്ന സ്നേഹമായി പറയട്ടെ, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ ബെഡ്റൂം, നിങ്ങളുടെ രഹസ്യ അറകൾ വേർപെട്ട ഒരു ജീവിതം. ജീവിച്ചാലും മരിച്ചാലും ദൈവരാജ്യത്തിനുണ്ട്. ദൈവം നിന്നെ വിളിച്ചാൽ VBS വെച്ചോ, VBS ഇവിടെ ആരംഭിച്ച സായിപ്പ് മാറാമയും ബംഗാരപ്പട്ടയിലെ ആരംഭിച്ച ബാംഗ്ലൂരിൽ 1957 മാർത്തോമ സഭയിൽ VBS ആരംഭിച്ച ഉദ്ദേശം രക്ഷയിലേക്ക് ജനത്തെ, യുവജനങ്ങളെ നയിക്കുവാൻ ദൈവം വിളിച്ചു. സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു പയ്യൻ ഉഴപ്പനായി സൺഡേ സ്കൂൾ പഠനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. നാളുകളായി ടീച്ചർ അവനെ അന്വേഷിച്ച് കണ്ടില്ല. ചില വർഷം കഴിഞ്ഞപ്പോൾ ആ യുവാവിനെ മുൻപ് പഠിപ്പിച്ച ടീച്ചർ റോഡിൽ കണ്ടു. അവനോട് ചോദിച്ചു, നീ എന്താ സൺഡേ സ്കൂൾ പഠനം ഉഴപ്പി, പള്ളിയിൽ കാണുന്നില്ലല്ലോ? അവൻ പറഞ്ഞ തെറ്റിലേക്ക്, മോശമായ വഴിയിലേക്ക് പോയി. അവനൊരു ചെറിയ ജോലിയുണ്ടെന്ന് പറഞ്ഞു. ആ സൺഡേ സ്കൂൾ ഗുരു അവനെ കൈക്ക് പിടിച്ച് പറഞ്ഞു, നീ ദൈവം നിന്നെ വിളിക്കും, നിന്റെ പാപക്കറകൾ കഴുകും ദൈവം, നിന്നെ ദൈവം ശുദ്ധീകരിക്കും. ദൈവം നിന്നെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വേലയ്ക്കായി നീ ഒരുങ്ങുക. ആ റോഡിൽ സൈഡിൽ വെച്ച
അവർ രണ്ടുപേരും അവനോട് ഏറ്റുപറഞ്ഞ് അവൻ ചൊല്ലി സമർപ്പിച്ചു. പോയി അവനെ ഉള്ളിൽ തട്ടി, ദൈവം നിന്നെ വിളിക്കും, ദൈവ വേലയ്ക്ക് നീ ഒരുങ്ങുക. 3 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം വിളിച്ചു. ലോകം കണ്ടതിൽ ഏറ്റവും ഒരു ദർശനമുള്ള യുവാവായി അവനെ ദൈവം വിളിച്ചു. അവൻ അന്നധികം വിദ്യാഭ്യാസമൊന്നുമില്ല. അവനെ ദൈവം വിളിച്ചപ്പോൾ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരനുഭവം, ഒരു ദർശനം അവന് കൊടുത്തു. അന്ന് അമേരിക്കയിൽ കറുത്തവരോ വെളുത്തവരോ ഒന്നിച്ച് ആരാധിക്കാനോ ഒന്നിച്ചോ പഠിക്കുവാനോ നിയമമില്ല. എന്നാൽ ചിക്കാഗോ പട്ടണത്തിൽ ഈ യുവാവ് 16 യുവജനങ്ങളെ സംഘടിപ്പിച്ചു. 9 കറുത്തവർ ബ്ലാക്ക്, 7 വൈറ്റ്, 16 പേരെ സംഘടിപ്പിച്ചു, പ്രാർത്ഥിച്ചു. ലോക ചരിത്രത്തിൽ, അമേരിക്കയുടെ ചരിത്രത്തിൽ കറുത്തവരെയും വെളുത്തവരെ ഒന്നിച്ചിരുത്തി പ്രാർത്ഥിച്ചു. പ്രസിഡന്റ് വരെ അറിഞ്ഞു, ഞാൻ വിവരിക്കുന്നില്ല. ദൈവം അത്ഭുതകരമായി അവനെ ഉയർത്തി. ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന സമയം വരെ ലോകം കണ്ട ഏറ്റവും വലിയ പ്രസംഗിയുടെ പ്രഭുവായി ദൈവം ഉയർത്തി. അവൻ്റെ പേര് D.L. മൂഡി. ഞാൻ CLSC എന്നൊക്കെ ബുക്സ് മേടിച്ച് വായിച്ചിട്ടുണ്ട്. എന്നാൽ തിരുഡോസസ് തിരുമേനി ചിക്കാഗോയിലെ റോയി തോമസ് അച്ഛൻ നമ്മുടെ തലച്ചറയൊന്ന അമേരിക്കയിലെ ചിക്കാഗോയിലേക്ക് പോയപ്പോൾ അവിടുത്തെ റീജിയണൽ കൺവെൻഷനിൽ എന്നെ വിളിച്ചു. തിരുമേനിയാണ് വിട്ടതാ. തിരുമേനിയാണ് ക്രമീകരിച്ച മെത്രാപ്പോലത്ത്. അന്ന് മെത്രാപ്പോലത്ത് അവിടുത്തെ ബിഷപ്പാണല്ലോ. റോയി അച്ഛനും ഞാനുമൊക്കെ D.L. മൂഡിയുടെ സെമിനാരിൽ ചെന്നപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. സൺഡേ സ്കൂൾ ടീച്ചറാണ് ദൈവകൃപയിലേക്ക് നയിച്ചത്. സൺഡേ സ്കൂൾ അധ്യാപകരെ, സുവിശേഷ പ്രസംഗരെ, നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ദൈവത്തെ ഉയർത്തി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ദൈവം ഒരു നാളും കൈവിടുകയില്ല. ഹല്ലേലൂയ! ദൈവമക്കളെ, മുൻപോട്ട് പോട്ട്. അബ്രഹാമിൻ്റെ ജീവിതം മുമ്പേ പാടിയ പാട്ട് കൊയറുകാർ ചേർന്ന ഒരു ചരണം തിരുമേനിയുടെ അനുവാദത്തോട് പാണ്. പ്ലീസ്. അബ്രഹാമിൻ്റെ ദൈവം രാജിവച്ചൻ ഇല്ല പോയോ? ആ, രാജിവച്ചനൊക്കെ അച്ഛനാകുന്ന മുമ്പേ മുതലേ ഞങ്ങൾ ബന്ധങ്ങളാണ്. പോട്ടോ, നമുക്കെല്ലാവർക്കും കൈയടിച്ച അബ്രഹാമിൻ്റെ ദൈവത്തെ 2 ചരണം പാടിക്കില്ല, സമയം പോയി. എല്ലാവരും കൈയടിച്ച കൊയറുകാരോട് ചേർന്ന് പാടാം പ്ലീസ്. ദൈവമല്ലയോ അബ്രഹാമിൻ, ദൈവമല്ലയോ ഗ്ലോറി. എല്ലാവരും കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുന്ന സന്തോഷമാണ്. ഞാൻ എല്ലാ ഞായറാഴ്ചയും കുർബാന കൊള്ളുകയും വളരെ സഭയുടെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് കൂടെ ഡാനിയേൽ പരീസച്ചൻ പറഞ്ഞ് ജോയിച്ചാൻ്റെ വാക്കാണ് പ്രമാണം. തട്ടിപ്പും വെട്ടിപ്പും ചതിവും സൂത്രവും അഭിനയമുള്ള ലോകത്തിൽ ദൈവമക്കൾ, ക്രിസ്ത്യാനികൾ, കുർബാനയാകാൻ ആഗ്രഹിക്കുന്നവർ ഒരു വേർപെട്ട ജീവിതം. എൻ്റെ സാക്ഷ്യം ഒറ്റ വാക്കിൽ പറയട്ടെ. മാരാമണ്ണാണ് എൻ്റെ കുടുംബം. തിരുമേനി അവിടെ അടുത്തിരുന്ന അച്ഛനായിരിക്കുമ്പോഴാണ് ബിഷപ്പായത്. മാടോരിൽ എന്നറിയപ്പെടുന്ന വീട്ടുപേര പുല്ലാട്ടാണ് താമസിക്കുന്നത്, പൊൻവേരി. ഞങ്ങളുടെ വീട്ടിൽ വല്യപ്പൻ വലിയൊരു ഭക്തൻ മാരാമണ്ണ് പള്ളി സുവിശേഷ പ്രവർത്തന മേഖലയെ സജീവമായി. ഇപ്പം എൻ്റെ കുടുംബക്കാർ ലോകം മുഴുക്ക ഇത് കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും വളരെ സാധുക്കളായ ദൈവഭക്തരായ കൃഷിക്കാരൻ. ഞാൻ വളരെ ചെറുപ്പത്തിൽ എന്തുകൊണ്ടാണെന്ന് എല്ലാം വിവരിക്കുന്നില്ല, തെറ്റിലേക്ക് പോയി, പാപത്തിലേക്ക് പോയി, അശുദ്ധിയിലേക്ക് പോയി, മദ്യപാന വഴിയിൽ പുല്ലാട്, കുമ്മനാട്, കോഴഞ്ചേരി, മാരാമണ്ണ് മേഖലയിൽ
ഗുണ്ടയെ ജീവിച്ചു. വളരെ ആരോഗ്യമുള്ള ചുറ്റുപാടിൽ, മ്ലേച്ഛമായ വഴിയിൽ, അശുദ്ധമായ വഴിയിൽ മലിനപ്പെട്ടു പോയി. വിവരിക്കുന്നില്ല. 1974 ഓഗസ്റ്റ് മാസം 30 വെള്ളിയാഴ്ച പകൽ 10 മണിക്ക് തിരുവോണം നാളിൽ പുല്ലാട് കവലയിൽ നടന്ന രൂക്ഷമായ അടിപിടി. എൻ്റെ കത്തി വലിച്ചൂരി ഒരു വ്യക്തിയെ കുത്തി. ബാബു, പുല്ലാടിൻ്റെ അപ്പൻ, എൻ്റെ കൈക്ക് പിടിച്ചു മാറ്റി. ഒഴിഞ്ഞു മറിയില്ല. തീർന്നില്ല. കറിയാച്ചൻ അവിടെ അടുത്തുള്ള കൊട്ടാരക്കര മാർത്തോമ പള്ളിയുടെ മുൻ വികാരിയായ VM മാത്യു അച്ഛൻ അന്ന് പുല്ലാട് പള്ളിയിൽ വികാരിയായിരിക്കുവാണ്. അച്ഛനോട് ഈ വാർത്ത പറഞ്ഞു. ദൈവജനങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളുടെ ചില വിഷയത്തിന് ഉത്തരം കിട്ടാതിരിക്കുവാണെങ്കിൽ ഭാരപ്പെടണ്ട, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. സ്തോത്രം ചെയ്യാം. യേശുവിൻ്റെ നാമത്തെ പറയട്ടെ, അത്ഭുതങ്ങളുടെ ദൈവം, വലിയ ദൈവം വിടുവിക്കാൻ മതിയാവന. അവിടെ പ്രാർത്ഥന ഫലമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു കൺവെൻഷൻ യോഗത്തിൽ സംബന്ധിക്കാൻ അവിടുത്തെ വികാരിയാണ് ഡാനിയേൽ വറിയസച്ചൻ. ഇപ്പോൾ പുല്ലാട് സഹിയോൻ പള്ളിയിലെ കൺവെൻഷനിൽ എൻ്റെ ജീവിതം ദൈവം എന്നെ വിളിച്ചു. KV ചെറിയാച്ചൻ്റെ പ്രസംഗത്തിൽ എൻ്റെ ജീവിതം കർത്താവിനായി മദ്യപാനം അടിപിടിയും വിട്ടുകളഞ്ഞു. എല്ലാം പറയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ ശൈലിക്ക് മാറ്റമുണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ 52 വർഷമാകാൻ പോകുകയാണ്. ദൈവം എന്നെ വിളിച്ചു, വേർതിരിച്ചു. ഒരു വേർപെട്ട ജീവിതം. മൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, പന്തലിന് പുറത്തു നിന്ന് കേൾക്കുന്നവരെ, പന്തലിനകത്തിരിക്കുന്നവരെ, ദൈവം നിന്നെ വിളിക്കുവാണ്. ഞായറാഴ്ച സെറാഫി തിരുമേനി, തിങ്കളാഴ്ച മലങ്കര സഭയുടെ മെത്രാപ്പൊലിത്ത തിരുമേനി, ഇന്നലെ നമ്മുടെ മോത്തിയച്ഛൻ, നാളെ വളരെ പണ്ഡിതൻ കൂടിയായ വികാരി ജനറൽ ശാംബി തോമസ് അച്ഛനും കെ ഗീവറീസ് അച്ഛൻ ബിഷപ്പ് സെക്രട്ടറിയാണല്ലോ. ധാരാളം ദൈവത്തിൻ്റെ ദാസന്മാരെ തിരുമേനി സംഘടിപ്പിച്ചിരിക്കുവാണ്. ദൈവമക്കളെ, വിളി കേട്ട് പിൻപറ്റുക. ദൈവം നിന്നോട് പറഞ്ഞാൽ നീ പിന്നെ പാപ വഴിയിൽ പോകരുത്. ഒരു വേർപെട്ട ജീവിതം. നമ്മുടെ തിരുമേനി, കത്തോലിക്ക സഭയിലെ തിരുമേനി, കൊട്ടാരക്കര ജനിച്ചുള്ള തിരുമേനി പറഞ്ഞല്ലോ, വചനം കേട്ട് ഒരു വേർപെട്ട ജീവിതം. 2 സമയം തിരുമേനി പറഞ്ഞില്ലേലും എൻ്റെ ചുങ്കത്തറ കൺവെൻഷൻ മുതൽ വലിയ വലിയ യോഗങ്ങളിൽ നമ്മുടെ തിരുമേനി എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സമയത്തൊക്കെ നിർത്തുമല്ലോ. ദൈവമക്കളെ, 2ാമത്തെ പ്രത്യേകത, ഈ വിളിയിൽ ദൈവത്തിൻ്റെ നാമത്തിൽ അവൻ വിജയിച്ചു, പരീക്ഷ ജയിച്ചു. 2ാമത്തെയാണ് ആശ്രയം. ദൈവത്തിൽ ആശ്രയിച്ചിറങ്ങിയ അബ്രഹാം നേരിട്ട ചില വിഷയം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചേ. ദേശത്ത് ക്ഷാമമുണ്ടായി. എവിടെ യോനച്ച? കൊട്ടാരക്കരയോ പുനലൂരിലോ? അടുത്ത വാക്ക കഠിനമായി. മടക്കരുത്. ദേശത്ത് ക്ഷാമം. ഒരു 10-15 വർഷത്തിന് മുമ്പേ കേരളത്തിൽ, എൻ്റെ പേപ്പർ കട്ടിങ് ഉണ്ട്, കേരളത്തിൽ അരി സ്റ്റോക്ക് തീരുവാണ്. വലിയ ക്ഷാമമുണ്ടായി. കൊല്ലം ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് കേന്ദ്രമാണല്ലോ. അവിടെയൊക്കെ ഹോൾസെയിൽ വ്യാപാരികൾ അറിയിപ്പിച്ചു, അരി സ്റ്റോക്ക് നിന്നു. വലിയ ഭാരം. കേരളത്തിൽ അങ്ങിമിങ്ങുമൊക്കെ നമ്മൾ ഭാരപ്പെട്ടു. അന്ന് ഭരിച്ച സഭയിലെ മന്ത്രിസഭയിലെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ഒരു പ്രസ്താവന ചെയ്തു. നിങ്ങൾ പലരും ഓർമ്മ കാണും. അരി കഴിക്കേണ്ട, പിന്നെന്തോ കഴിക്കാൻ പറഞ്ഞു? അറിയത്തില്ല. മുട്ടയും പാലും. അയ്യോ, കോളിളക്കമുണ്ടായി. ഏത് മന്ത്രിയാണ്, ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ UDF അല്ല, LDF അല്ല, BJP അല്ല. വോട്ട് ചെയ്തു. ആർക്കാന്ന് ഇപ്പം പറയുന്നില്ല. എന്നാൽ ക്ഷാമം കഠിനമായി. നോക്കിയേ, ദൈവം വിളിച്ചു കനാനിലേക്ക്. ദൈവത്തിൻ്റെ മനോഹരമായ രാജ്യത്തെ ആക്കിയിരിക്കുവാണ്. അവിടെ ക്ഷാമം ഉണ്ടായത്. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുക്കെ ഭയപ്പെടുത്തി. ആശ്രയമെല്ലാം പരാജയപ്പെട്ട അനുഭവമാണ്. 2018 വെള്ളപ്പൊക്കം. കൊട്ടാരക്കര മേഖലയിൽ അധികം വെള്ളം പൊങ്ങിയില്ല. കൊല്ലം ജില്ലയിലെ
മത്സ്യത്തൊഴിലാളികളെ സഹോദരങ്ങൾ ആറന്മുളയിലും കോഴഞ്ചേരിയിലും മാരാമണ്ണും ഞങ്ങളുടെ ദേശത്ത് വന്ന് നൂറുകണക്കിന് ഭവനങ്ങളെ രക്ഷിച്ചു. വെള്ളപ്പൊക്കത്തിന് കെടുതി, എപ്പോഴാ ക്ഷാമം, എപ്പോഴാ രോഗം, എത്ര ഭാരം, എന്താണ് രാഷ്ട്രീയ സാമൂഹിക സാമുദായ മേഖലയിൽ എന്താണ് നേരിടുന്ന ആർക്കും അറിയില്ല. അബ്രഹാമിന് നേരിട്ട ക്ഷാമം കഠിനമായി. അടുത്ത വാക്ക, മിസ്രൈമിലേക്ക് പോവുകയാണ്. ദൈവത്തിന് വിളികെട്ട പിൻപറ്റിയായ, ദൈവത്തിൽ ആശ്രയിച്ചായ, ക്ഷാമം മാറുവാൻ, നേട്ടം കൊയ്യുവാൻ മിസ്രൈമിൽ ലോകത്തെ കാണിക്കുവാണ്, ലോക മേഖലയ്ക്ക് പോവുകയാണ്. എന്നാൽ ചില മാർത്തോമാ സഭ വിട്ട് പല സഭയും മറ്റേ പോകും. നേട്ടം കൊയ്യാൻ, പണം കൊയ്യാൻ. ദൈവമക്കളെ, മാർത്തോമാ സഭ ജനങ്ങളെ, ഈ ഡയസിസിലെ ഒറ്റ മെമ്പേഴ്സും വേറെ ഒരു സഭയിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടവ മിഷൻ, നമ്മുടെ സേവീയ സംഘം, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടം, നമ്മുടെ പള്ളിയിലെ ആരാധന അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ദേശത്ത് ക്ഷാമം ഉണ്ടായി, ക്ഷാമം കഠിനമായി. അപ്പോൾ നേട്ടം കൊയ്യുവാൻ, ക്ഷാമം മാറുവാൻ അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. അത് ലോകമോഹത്തെ കാണിക്കുവാണ്. താഴോട്ട് വായിച്ചേ. മിസ്രൈമിൽ എത്തുമാറായപ്പോൾ സാറായോട് ഒരു നല്ല കാര്യം പറഞ്ഞു. നീ സുന്ദരിയാണെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. മതി, മടക്കരുത്. മിസ്രൈമിലേക്കുള്ള യാത്രയിൽ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ഭാര്യ സുന്ദരിയാണെന്ന്. ചില പുരുഷന്മാർ കല്യാണം കഴിച്ചിട്ട് 10, 20, 30, 40 ആയാൽ ഭാര്യ അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കാം, ഭാര്യ സുന്ദരിയാണെന്നൊരു ചിന്തയില്ല. എന്നാൽ അബ്രഹാമിന് ഒരു അറിവ് കിട്ടി, ഭാര്യ സുന്ദരിയാണെന്ന്. ഞാൻ കടക്കുന്നില്ല, വിവരിക്കുന്നില്ല. അപ്പോൾ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അറിയുന്ന ഒരു പുതിയ അറിവ് കിട്ടി. നിന്നെ അവർ കാണുമ്പോൾ, മിസ്രൈമിൽ നിന്നെ കാണുമ്പോൾ എന്നെ കൊല്ലും. ഓർക്കാൻ വയ്യ, സാറായേ, നിന്നെ അവർ കാണുമ്പോൾ എന്നെ കൊല്ലുമടി, നീ ജീവിച്ചിരിക്കുമടി. ഓർക്കാൻ വയ്യ. ചില പുരുഷന്മാർ ഇൻഷുറൻസ് ഭാര്യയെ ഏൽപ്പിക്കുകയില്ല, കൊടുക്കുകയില്ല, ക്യാൻസലാക്കി കളി. സ്തോത്രം, ഒറ്റ ഒന്നും സ്തോത്രം പറഞ്ഞില്ല. സമയം പോകുന്നത് നിർത്തണമല്ലോ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ നല്ല ചുണയെ ഇടിച്ച് നല്ല, ഞാൻ മൈക്കിന്നൊക്കെ മാറി പ്രസംഗിക്കുന്ന ആളാണ്. ചുങ്കത്തറയൊക്കെ ആണെങ്കിൽ വേറെ സ്റ്റൈലാണ് പ്രസംഗിച്ച. കൊട്ടാരക്കരയെല്ലാം മിക്ക പള്ളികളുമായി എനിക്ക് ബന്ധവും പരിചയമുണ്ടല്ലോ. നോക്കിയാൽ ശ്രദ്ധിച്ചേ. നേട്ടം കൊയ്യാൻ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് അബ്രഹാം മാറുകയാണ്. ഭാര്യയോട് പറഞ്ഞു, അടുത്ത വാക്ക, നീ അധികം ഒന്നും നമ്പർ ഇറക്കണ്ട, ഒറ്റ കാര്യം, ഒരു നമ്പർ ഇറക്കാൻ. ഭാര്യയെ അവൻ പെങ്ങളാക്കി. ഭാര്യ പിന്നെ വായിക്കാം. ചരിവിന്റെ വിത്ത് മനുഷ്യ നീ വിതയ്ക്കുന്ന കൊയ്യും. ജഡത്തിൽ വിതച്ചാൽ നാശം കൊയ്യും. നിനക്ക് ഞെരുക്കം വന്നാലും, പട്ടിണി വന്നാലും, ഭാരം വന്നാലും, രോഗം വന്നാലും, നീ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ, നീ കൃപാനിയായി മാറുവാൻ ഏൽപ്പിച്ചാൽ, നിന്നെ നടത്തുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നു. ദൈവജനങ്ങളെ, വിശ്വാസികളെ, അബ്രഹാമിൻ്റെ ഭാര്യയെ പെങ്ങളാക്കി. നഷ്ടം വന്നാലും, ഞാൻ എൻ്റെ 50 വർഷത്തെ പ്രസംഗത്തിൽ പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒന്നുമില്ലേലും എല്ലാം ഇല്ലേലും, ഒന്നും ഇല്ലേലും എല്ലാം ഉണ്ടേലും, ആര് കരുതിയില്ലേലും, നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം കൈവിടുകയല്ല. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്തേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. റോയൽ കോട്ടയുടെ വിധിപ്രകാരം മാർത്തോമാ സഭ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ധരിച്ച ചുറ്റുപാടിൽ മലങ്കര സഭയെ, ഈ കൊട്ടാരക്കര ഡയോസിസ്, എന്തു മനോഹരമായ ഭദ്രാസനം, എത്ര നല്ലൊരു അരമന,
കൂർലോസ് തിരുമേനി ഇവിടെ അത് കൂദാശ നിറവേറ്റിയ മുതൽ ഞാൻ കൂടെ ഇവിടെ വരികയും വളരെ ബന്ധമാണ് തിരുമേനിമാരുമായിട്ട്. ഇന്ന് രാത്രിയിൽ മറ്റുള്ള മേഖലയല്ല, ദൈവത്തിൽ നിന്റെ ജീവിതം ആശ്രയിക്കുക. മുത്താമക്കൾ കൊച്ചുദേശീയ പാടിയ പാട്ട് പാടിക്കേ. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാന ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം ആർദ്രവാന ജീവിക്കും. സാധു ജ്ഞാനി ശോണി തന്നിൽ ഏതും ഞാൻ ഈ പാവങ്ങളുടെ കടത്തീരങ്ങളിൽ വലിയ കോടീശ്വരന്മാരുടെ ഭവനത്തിലും വലിയ വലിയ പള്ളികളിലും പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. ഇന്നാരൊന്നൊന്നുമില്ല, ഒരു അനുഭവമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള വകയാണല്ലോ. ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് നേട്ടം കൊയ്യാൻ അബ്രഹാം ഒഴിഞ്ഞു, ഭാര്യയെ പെങ്ങളാക്കി. നിങ്ങളെ കള്ളത്തരത്തിനോ തട്ടിപ്പിനോ വെട്ടിപ്പിനോ കേരളക്കരയിൽ ഈ കാലഘട്ടത്തിൽ കണ്ട് കേട്ട് നമ്മൾ അറിയുന്നത്, നമ്മുടെ ന്യായാധിപന്മാരുടെ മുന്നിൽ നിൽക്കുന്ന നേതാക്കന്മാരുൾപ്പെടെ അറസ്റ്റിലായിരിക്കുന്ന കാലഘട്ടം. ഞാൻ വിവരിക്കുന്നില്ല, വളരെ പച്ചയ്ക്ക് ശക്തമായി പറയും. പത്തനംതിട്ട സബ് ജയിലിൽ ഇപ്പോൾ ജയിൽ പൊളിച്ചു പണിതുകൊണ്ടിരിക്കുവാണല്ലോ. അവിടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയിൽ സൂപ്രണ്ടാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പത്തനംതിട്ട മർത്തോമയിലെ അച്ഛനോട് ചോദിച്ചു, ആ പ്രസംഗിച്ച ജോയി പുല്ലാടിൻ്റെ നമ്പർ തരാമോ? എന്നെ വിളിച്ചു. ഞാൻ കുണ്ടറശാലയും പള്ളിക്കടുത്താണ് എൻ്റെ വീട്. ഏത് സഭയാണ് ഏത് മതമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കുണ്ടറശാലയും പള്ളിയിൽ വരുന്നുണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പേ. അങ്ങേര് എന്നോട് പറഞ്ഞു, ഞാനും ജയിലിൽ കിടന്നിട്ടുള്ള അനുഭവമുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പാപക്കറകൾ കഴുകി ഒരു ദൈവം ജീവിക്കുന്നു. ആ മനുഷ്യൻ നമ്മുടെ പള്ളിയുടെ അടുത്ത് വെച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് കൈപിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ മൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, നീ ദൈവത്തെ രക്ഷകനായി മാനസാന്തരത്തിൻ്റെ വഴിയിൽ ഫലകരമായി നിന്റെ ജീവിതം ഏൽപ്പിച്ചാൽ ദൈവം നിന്നെ കൈവിടുകയില്ല. നിന്നെ വാലല്ല തലയാക്കുന്നവരായ ഒരു ദൈവം ജീവിക്കുന്നു. മുൻപോട്ട് പോട്ട് അബ്രഹാമിൻ്റെ ഭാര്യയെ പെങ്ങളാക്കി. അതുകൊണ്ട് നേട്ടം കൊയ്തത് 15-ാമത്തെ വാക്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം. അടുത്ത വാക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചേ. അബ്രഹാമിൻ്റെ ഭാര്യയെ പെങ്ങളാക്കി ചതിവിൽ കൂടെ പോകുമ്പോൾ കിട്ടിയ നേട്ടം ഇപ്പം വായിച്ച വാക്യം യോനാച്ച. ആട് കിട്ടി, മാട് കിട്ടി, പിന്നെ കഴുത കിട്ടി, പിന്നെ ദാസന്മാർ, പിന്നെ മതി കൊണ്ടോക്ക. മൂല്യം പോയി. ഭാര്യ ഒരുവന്റെ കൂടെ പോയെന്ന. പക്ഷെ അബ്രഹാമിന് കിട്ടി കഴുത. വായിച്ചില്ലേ? ആൺകതേ പെൺകഴുതേ ഒട്ടകം. ദൈവമക്കളെ, മാർത്തോമാ സഭ ജനങ്ങളെ, നിന്റെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ദൈവമക്കളെ, പനവേലി പള്ളിയിലാണ് ഞാൻ ആദ്യമായി വന്നത് 48 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത്. ചെറിയവരോടും വലിയവരോടും പറയട്ടെ, മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നേട്ടം കൊയ്യാൻ, പണം കൊയ്യാൻ, പുരോഗമനത്തിലേക്ക്, പരിഷ്കാരത്തിന്റെ ഉച്ചകോടിയിലായിരിക്കുമ്പോൾ ക്രൂശിനെ നീ ധ്യാനിക്കുക. ബേഥലഹേമിൽ ജനിച്ച പലസ്തീനിൽ വളർന്ന ക്രൂശിൽ യാഗമായി തീർന്ന 3-ാം നാൾ ഉയർത്തേറ്റ് ജീവിക്കുന്ന ദൈവത്തെ നീ ആരാധിക്കുക. ദൈവം നടത്താൻ മതിയായവനാ. ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വലിയവനാണ്. ദൈവത്തിലുള്ള ആശ്രയം. ഭാര്യയെ വേറൊരു മേഖലയ്ക്ക് ആക്കിയെങ്കിലും ദൈവം കൈവിട്ടില്ല. അബ്രഹാമിൻ്റെ ഭാര്യ സാറായെ ദൈവം രക്ഷിച്ചു. നമ്മൾ പലപ്പോഴും തെറ്റിലേക്കും പാപത്തിലേക്കും അശുദ്ധിയിലേക്കും പോകുമ്പോൾ ദൈവം കൈവിടത്തില്ല. ഞാൻ ഇന്ന് രാത്രിയിൽ 2 ചിന്ത പറഞ്ഞു. അതിൽ
ഒരു പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചു. 2, ആശ്രയത്തിൽ അവൻ പരാജയപ്പെട്ടു. ഞാനൊരു വാക്കിടയ്ക്ക് പറയും പലപ്പോഴും, നഷ്ടം വന്നാലും ലാഭം വന്നാലും ഛേദം വന്നാലും ആരും കൂടെയില്ലേലും ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ അത്ഭുതകരമായി ദൈവം നടത്താൻ മതിയാവനാ. ഹല്ലേലൂയ. നാവ് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുക. ഈ മനോഹരമായ പന്തലിൽ മസിൽ പിടിച്ച പവറിൽ ഇരിക്കേണ്ട, ആത്മ ചൈതന്യമായി ആത്മീയ അനുഗ്രഹത്തിലേക്ക് നീങ്ങട്ട. ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ ദൈവം കൈവിടുകയില്ല. നിങ്ങളുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ കൂടി ചേർന്ന് ദൈവത്തെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കോയമ്പത്തൂർ മാർത്തമ്മ പള്ളിയിലാണ് പ്രസംഗിക്കാൻ പോയതാണ്. താമസിച്ചത് 9,000 കുട്ടികളുള്ളതായ ഒരു കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ വീട്ടിൽ. ആ വീട്ടിലെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏറ്റവും കോയമ്പത്തൂരിലെ വികാരിയുടെ പേര് എമ്മ ഉമ്മനച്ചൻ. സഹവികാരി ഉണ്ടല്ലോ രജൻ രാജു അച്ഛൻ. പക്ഷേ ആ ഭവനത്തിലെ പ്രാർത്ഥന അന്തരീക്ഷം, ഞാൻ ഭവനത്തെക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ പാടി ആരാധിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം കൈവിടുകയില്ല. അടൂർ ഭദ്രാസന കൺവെൻഷൻ വന്നപ്പോൾ ഒരച്ഛൻ ചോദിച്ചു, ജോയിച്ചതിൻ്റെ തൊണ്ടയുടെ പ്രയാസം മാറിയോ? ഞാൻ തുടർച്ചയായ പ്രസംഗം ചെയ്തുകൊണ്ട്, നാളെ നിങ്ങൾ ഹരിപ്പാട്ട പള്ളിപ്പാട് കൺവെൻഷൻ, യൂണിയൻ കൺവെൻഷൻ പ്രസംഗിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് മുൻപോട്ട് പോട്ടെ. കൊട്ടിയം ഹോസ്പിറ്റൽ മുതൽ വെല്ലൂർ വരെ 9 ഹോസ്പിറ്റൽ ഓക്കൽക്കോട് പൊട്ടി പഴുത്ത പ്രശ്നമായിപ്പോയി. 2 മാസം പ്രസംഗിച്ചില്ല. വെല്ലൂരിൽ നിന്നാണ് കിംസ് ഹോസ്പിറ്റൽ വന്ന സീനിയർ എമ്മ ഉമ്മനച്ചൻ പാറ്റൂരിൽ നിന്ന് വന്ന് കിംസ് ഹോസ്പിറ്റൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ക്യാൻസർ എന്നാ പറഞ്ഞ എല്ലാ മേഖലയിലും വളരെ വേദന ഉളവാക്കി 2 മാസം പ്രസംഗം ഒക്കെ നിർത്തി. ദൈവത്തിൽ ആശ്രയിക്കുന്ന എനിക്ക് അന്ന് ഭയങ്കര ആരോഗ്യമാണ്, വളരെയധികം. എനിക്ക് മറ്റ് അസുഖങ്ങളൊന്നും അന്നുമില്ല ഇന്നുമില്ല. പക്ഷെ പെട്ടെന്നാണ്, ബുള്ളറ്റേലാണ്, ബൈക്കേലാണ്, കൊട്ടാരക്കര മുഴുക്ക ദേശത്തും ബൈക്കേലാണ് വന്നിട്ടുള്ളത്. പക്ഷേ പെട്ടെന്നാണ് ശബ്ദമെല്ലാം പോയി. ഇന്ന് രാത്രിയിൽ രോഗമായി ഭാരപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ പുല്ലാട് ആനമല മാർത്തമ്മ പള്ളിയിൽ ആരാധന സംബന്ധിക്കുമ്പോൾ എൻ്റെ വികാരി അച്ഛൻ ഓർത്ത്, ജോയി പുല്ലാട് ഇനി ഒരിക്കലും പ്രസംഗിക്കുകയില്ലല്ലോ. വളരെ വേദനിക്കുന്ന അനുഭവം. അച്ഛൻ്റെ കൃപാന മധ്യയിൽ ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നെ മുൻപോട്ട് വിളിച്ചു. എന്നോട് പറഞ്ഞ്, ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ, വിശ്വാസമുണ്ടോ? ഞാൻ ആ മധുവാട മുൻപിൽ മുട്ടുകുത്തി. ഞങ്ങളുടെ പള്ളിയിൽ ആനമല സെൻറ് തോമസ് മാർത്തമ്മ പള്ളിയിലെ ജനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ഓക്കൽക്കോടിന് ക്യാൻസറാണോ എന്ന് പൂർണ്ണമായി അറിയാത്തൊരു ചുറ്റുപാടിൽ ക്യാൻസറിനാണ് ലോകമെല്ലാം വിധി എഴുതിയത്. വളരെ വേദനയിലായിരിക്കുന്ന ചുറ്റുപാടിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വർഗത്തിലും ഭൂമിയിലും അധികാരം നൽകിയ അറുക്കപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഓക്കൽക്കോടിന്മേൽ ദൈവത്തിൻ്റെ കരം തൊട്ടു. ഇന്ന് രാത്രി പറയട്ടെ, എനിക്ക് അത്ഭുതകരമായ സൗഖ്യം എന്നെ മാറായ ദൈവം മാധുരമാക്കി. ദൈവത്തിൽ ആശ്രയിച്ച് എന്നെ ദൈവം കൈവിട്ടില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിന്റെ ഹാർട്ടിന്മേൽ, നിന്റെ നാഡീ നരമ്പുമേൽ, നിങ്ങളുടെ രോഗബന്ധനത്തിന്മേൽ, നിങ്ങളുടെ പൈശാചി ബന്ധനത്തിന്മേൽ, അന്ധകാര ശക്തിയുടെ മേൽ യേശുവിനെ കരന്നിട്ടാൽ ദൈവം മതിയാവന. ഉറപ്പുള്ള ദൈവമകൾ 2 കരമടിച്ച് സ്തോത്രം ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ, അത്ഭുതങ്ങളുടെ നാമത്തിൽ, കൊട്ടാരക്കര മനോഹരമായ പന്തലിൽ ഒരു രോഗസൗഖ്യമുണ്ടാകട്ടെ. ബന്ധനങ്ങളുടെ വിജയത്തിൻ്റെ വിടുതലിൻ്റെ കരം നീട്ടാൻ ദൈവം മതിയാവനാണ്. അമ്മൂമ്മ കഥ പറഞ്ഞല്ല, കെട്ടുകഥ പറഞ്ഞല്ല. നീ ദൈവത്തിൽ ആശ്രയം. നിന്റെ കൊച്ചു പ്രാർത്ഥന ദാവീദ് എത്ര പ്രാവശ്യം 3 നേരവും പ്രാർത്ഥിച്ച ദാനിയേൽ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചതാ. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ദൈവത്തിൽ നീ ആശ്രയിക്ക. ദൈവം ഒരു നാൾ കൈവിടുകയില്ല. 2 കാര്യം പറഞ്ഞു. 3ാമത്തെ പരീക്ഷ ശുദ്ധീകരണത്തിൻ്റെ പരീക്ഷ. ദൈവം ഒരു ദിവസം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമേ, എന്തോ?
ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ 2 ഇനമുണ്ട്. 2 ഇനം. എത്ര വെച്ചാ? എത്ര? 2 ഇനം. മക്കളെ കേൾക്കുന്നുണ്ടോ? കേട്ടോടാ. അബ്രഹാമേ, നിന്റെ ഭവനത്തിൽ ജഡസന്തതിയുണ്ട്, ആത്മസന്തതിയുണ്ട്. കുർബാനയ്ക്കൊരുങ്ങുന്നവരെ 2 കൊണ്ട് നടക്കുകയില്ല. ഞാനത് വിവരിക്കുന്നില്ല. അബ്രഹാമിന് എന്തുവാ ജഡസന്തതി? 1 ജഡസന്തതിയായ ഇസ്മായേൽ, ആത്മസന്തതിയായ ഇസാക്ക. 2 വെച്ച് ആ കയ്യടിയും പാട്ടും പ്രാർത്ഥനയും ആരാധന 2 വീട്ടിലുണ്ട്, ഭവനത്തിലുണ്ട്. അബ്രഹാമിന് മക്കളില്ലാതെ ഭാരപ്പെട്ട ഒരു നാള്. സാറ ഒരു ദിവസം, വായിപ്പിക്കുന്നില്ല, സാറ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ഇനി പ്രസവിക്കുകയില്ല. ആര് പറഞ്ഞു എന്ന് ഞാൻ വായിച്ചിട്ട് നോക്കുന്നു, കാണുന്നില്ല. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, നീ എൻ്റെ ദാസിയെ ഭാര്യയായി എടുക്കണം. എടുത്തോളാമേ. കേൾക്കാൻ നിൽക്കുവാ എടുക്കാൻ. അത് ഗുണമായോ ദോഷമായോ? അപ്പൊ ഷാജി എന്തോ ഏടാ? ദോഷമായി. പള്ളി കമ്മിറ്റിയിൽ, കൗൺസിലിൽ, നോമിനേഷൻ ബോർഡിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഭർത്താവിനോട് പറഞ്ഞു പിടിപ്പിക്കരുത്. അബ്രഹാമിൻ്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ അത് ലോകം മുഴുക്ക പ്രശ്നമായിരിക്കുക, വിവരിക്കുന്നില്ല. എനിക്കെന്താ സാറായോട് ഒരു കാര്യത്തിൽ ബഹുമാനമുണ്ട്. സാറ ഭർത്താവിനെ വിളിച്ച് എങ്ങനെയെന്നറിയാമോ? അറിയാമോ? യജമാനനെ. അമ്മാമ എന്തോ വിളിക്കുന്ന? ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഭർത്താക്കന്മാരെ ബഹുമാനിക്കാനും ആദരിക്കുവാനും സ്നേഹിക്കുവാനും നമ്മുടെ കല്യാണത്തിനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഒരനുഭവമാണ്. എന്നാൽ എത്രയോ കുടുംബങ്ങൾ ദുഃഖത്തിൽ, വേദനയിൽ. ഇന്ന് വന്ന ഒരു സ്ത്രീകളും ഭർത്താക്കന്മാരെ ഭരിക്കരുത്. ആരാണ്ട് പുരുഷന്മാർ ഇപ്പോഴാണ് സ്വത്രം പറഞ്ഞത്. ഒരു പുരുഷനും ഭാര്യയെ അടിക്കരുത്. ഞങ്ങളുടെ ഒക്കെ അടിച്ചാൽ ഷേപ്പ് മാറ്റും പെണ്ണുങ്ങൾ. പണമല്ലെന്ന്, കാറല്ലെന്ന്, കൊഴുപ്പല്ലെന്ന്. 1000 കുടുംബങ്ങൾ സന്ദർശിക്കുന്ന ആളാ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിൽ പല മേഖലയിൽ. ഞാൻ വിവരിക്കുന്നില്ല. കൊച്ചു കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. വഹിച്ചും ക്ഷമിച്ചും കരുതി മുൻപോട്ട് പോകുക. എന്നാൽ അബ്രഹാമിനെ ദൈവം പറഞ്ഞു, നിന്റെ വീട്ടിലുള്ളതായ ജഡസന്തതിയായ ഇസ്മായിലിനെ മാറ്റുക. കുർബാനയ്ക്ക് വരുമ്പോൾ ജഡസന്തതിയെ ഉപേക്ഷിക്കണം. തിങ്കളാഴ്ച എടുക്കരുത്. 45 സങ്കീർത്തനം 10 വാക്യമുണ്ട്. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. ചെറുകുറുക്കന്മാർ, മുറുകെ പറ്റുന്ന പാപങ്ങൾ, അശുദ്ധികൾ വിട്ട് ഒഴിയുക. അബ്രഹാമിനോട് പറഞ്ഞപ്പോ ജഡസന്തതിയായ ഇസ്മായേലിനെ ദൈവത്തിൻ്റെ വാക്കിൽ, സാറയുടെ വാക്കിൽ പുറത്താക്കി. ഇന്ന് രാത്രി ഞാൻ ശക്തമായി പറയട്ടെ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ എന്തെല്ലാമുണ്ട് ദൈവം കാണുന്നു. എൻ്റെ പോക്കറ്റിലെ പണം ദൈവം കാണുന്നു. ദൈവമക്കളെ, ദൈവജനങ്ങളെ, ഇത് വിശുദ്ധിയുടെ മാർഗമാണ്. ഇത് വേർപാടിൻ്റെ മാർഗമാണ്. ഇത് ആശ്രയത്തിൻ്റെ മാർഗമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ സാറായ ദൈവം കൈവിട്ടില്ല. ഒരു വാക്ക് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 1 വാക്യം. അനന്തര യഹോവ താൻ അരുളി ചെയ്തപോലെ ദൈവം സന്ദർശിച്ചു. കേരളക്കരയിൽ, കൊല്ലം ജില്ലയിൽ, കൊട്ടാരക്കര പുനൂർ ഡയോസിസിൽ പ്രതീക്ഷ മങ്ങിക്കാണും. നാളുകൾ പ്രാർത്ഥിച്ചു കാണും. ഭാരപ്പെടേണ്ട. ദൈവം ഇന്ന് രാത്രിയിൽ, ഈ 4ാമത്തെ രാത്രിയിൽ നിന്നെ സന്ദർശിക്കുക. മറിയാവിനെ സ്തോത്രം ചെയ്യുക. നിന്റെ കുടുംബത്തിന്മേൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, നിന്റെ ഭാവിയുടെ മേൽ, നിന്റെ ജോലിയുടെ വിഷയത്തിന്മേൽ ദൈവം കരുതാൻ ദൈവം മറിയാവനാണ്.
ദൈവം സന്ദർശിച്ചു എന്ന് വായിക്കുന്ന. കേരളത്തിന് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി, മലങ്കര മാർത്തോമാ സുറിയാനിക്ക് വേണ്ടി, മെത്രാപ്പോലിത്ത മുതൽ ബിഷപ്പുമാർക്ക് വേണ്ടി മാരാമണ് മഹായോഗം ഞങ്ങൾ 30-ാം തീയതി ഇവിടെയുള്ള സുവിശേഷകർ അച്ഛന്മാർ പലരും കോഴഞ്ചേരി പള്ളി പ്രാർത്ഥിക്കാൻ കൂടുക. സഭയിലെ മെത്രാച്ചന്മാരെ, അച്ഛന്മാരെ, ജനങ്ങളെ മാരാമണ് മഹായോഗം അനുഗ്രഹമാകുവാൻ. ദൈവത്തിൻ്റെ മക്കളെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിജയമുണ്ടായി. ദൈവം പറഞ്ഞ ജഡസന്തതിയെ പുറത്താക്കി. അവനെ ദൈവത്തിൻ്റെ അത്ഭുത നാമം ശുദ്ധീകരിച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപക്കറകൾ കഴുകുവാൻ ഇവിടുത്തെ കർമ്മത്തിനോ, ഇവിടുത്തെ ആചാരങ്ങൾക്കോ, ഇവിടുത്തെ നേർച്ചകൾക്കോ, പാരമ്പര്യങ്ങൾക്കോ സാധിക്കത്തില്ല. എന്നാൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ മതിയായവനാണ്. എല്ലാ ദൈവമക്കൾ നാവ് തുറന്നൊരു പാട്ട് പാടിക്കേ. വാഴ്ത്തിയിടുന്നു, വാഴ്ത്തിയിടുന്നു, വാഴ്ത്തിയിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ. ആമേൻ. എൻ്റെ രക്ഷകനെ നന്ദിയോടെ പതകർക്കായി നീതി വഴി ഓതി തന്നോനെ. പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിയിടുന്നു ഞാൻ. പാരിടത്തിൽ വാക്ക് നിർത്തട്ടെ. 3 കാര്യങ്ങൾ പറഞ്ഞു. വേർപെട്ട ജീവിതം, ആശ്രയത്തിൻ്റെ ജീവിതം, ശുദ്ധീകരണത്തിൻ്റെ ജീവിതം. ഇന്ന് രാത്രിയിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശിയാഗമായി തീർന്ന യേശുവിൻ്റെ ചങ്കിന്നൊഴുകിയ രക്തം നമ്മളെ എല്ലാവരെയും കഴുകി ശുദ്ധീകരിച്ച ഈ പന്തലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുതുക്കത്തോട് ഞായറാഴ്ച കുർബാനയ്ക്കായി ഒരുങ്ങുമ്പോൾ കുർബാനയായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ. 4 വായിക്കണ്ട. വിശ്വാസത്തിൻ്റെ പരീക്ഷ. ദൈവം അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ലഭിച്ച മോൻ, പൊന്നോമനായ മകൻ ഇസ്ഹാക്ക്. ദൈവം ഒരു ദിവസം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമേ, നിന്റെ പൊന്നോമനായ ഇസ്ഹാക്കിനെ മോറിയയിൽ ഞാൻ പറയുന്ന മലയിൽ യാഗമായി അർപ്പിക്കാൻ പറഞ്ഞു. ദൈവം പറഞ്ഞ യാതൊരു ചോദ്യവും ചെയ്യാതെ, നിങ്ങളുടെ പണം കൊടുക്കാൻ പറഞ്ഞാൽ, സ്വർണം കൊടുക്കാൻ പറഞ്ഞാൽ, റബ്ബർ ഷീറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ, സമയം കൊടുക്കാൻ പറഞ്ഞാൽ മടിയില്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടി ഈ ഡയോസിസിൽ ഒത്തിരി സാമൂഹിക പ്രവർത്തനമുണ്ടല്ലോ, നിങ്ങൾ ചെയ്താൽ ഇതിനെല്ലാം പ്രതിഫലം തരാം ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വിശ്വാസം. തൻ്റെ പൊന്നോമനായ മകനെ കൊണ്ട് മോറിയാട് മലയിലേക്ക് പോകുകയാണ്. മോൻ ചോദിച്ചപ്പാ, തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, എന്നാൽ യാഗപീഠം ഒരുക്കാനുള്ള ആടെവിടെ? അപ്പനോട് മോൻ പറഞ്ഞു, മോനെ എന്തോ പറഞ്ഞ, ദൈവം കരുതുമട നിന്നെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി വേദനിക്കുന്നവരെ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരെ, നിന്റെ ജോലിയിൽ ടെൻഷനായിരിക്കുന്നവരെ കരുതുന്നവനായ ഒരു ദൈവം ഈ പന്തലിലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാമിൻ്റെ മോനെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇങ്ങോട്ടൊക്കെ മൊത്തോട്ടോ. അബ്രഹാം മോനെ കൈകൾ കെട്ടി കിടത്തിയെന്നാണ് വായിക്കുന്നത്. അതിലെന്തോ മക്കളെ മനസ്സിലായത്? അപ്പൻ പറഞ്ഞ് പൂർണ്ണമായും മോന് അനുസരിച്ചു. എൻ്റെ കോട്ടയം കൊച്ചി ഭദ്രാസനം, അടൂർ ഭദ്രാസനം, പുതുപ്പള്ളി സെൻട്രൽ ലൈവായൊക്കെ ഒത്തിരി പേര് കണ്ടല്ലോ. എൻ്റെ പ്രധാന ജോലി അനേക കുട്ടികളെ ഞാൻ കാണാൻ പോകും. ഗോവ ബീച്ച് മുതൽ വളരെയധികമായ അലഞ്ഞു നടക്കുന്ന പെൺകുട്ടികളെ, ആൺകുട്ടികളെയൊക്കെ ഞാൻ ഉപദേശിക്കും. എനിക്ക് കിട്ടുന്ന പണവും സമയവും ശബ്ദവും ഞാൻ അവർക്കായി ഉപയോഗിക്കുന്ന ആളാണ്. പള്ളികളിൽ വലിയ കൺവെൻഷൻ പ്രസംഗിക്കുക മാത്രമല്ല, നമ്മുടെ ക്രിസ്തോസ്റ്റം തിരുമേനിയുടെ സുബ്രഹ്മണ്യൻ ഇവിടെ പറഞ്ഞോ, തിരുമേനി സുബ്രഹ്മണ്യൻ, അയ്യോ എത്രയോ സാമൂഹിക, അതുപോലെ തീത്തോസ് തിരുമേനിയും നമ്മുടെ നെടുമ്പുറയായിട്ടുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളെയെല്ലാം ദൈവമായി മാറി സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഞാൻ ആ വിശ്വാസം മോൻ അപ്പൻ പറഞ്ഞ പൂർണ്ണമായി അനുസരിച്ചു. ഇപ്പോഴത്തെ എനിക്ക് 2 മക്കൾ, അവരെ കല്യാണം കഴിച്ച് വെളിയിലൊക്കെയാണ്.
അപ്പോൾ ഇടയുടെ കുഞ്ഞിൻ്റെ മാമോദിസ നമ്മുടെ തിരുമേനി നടത്തിയതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അനുസരിക്കുമോ? മോളെ നീ മമ്മി പറഞ്ഞ് അനുസരിക്കുമോ? അവൾ കണ്ണടച്ച് കാണിച്ചു, എന്നാന്നറിയത്തില്ല. അനുസരിക്കുക. ഞാനൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു കൊച്ചു മോൻ, മിടുക്കൻ പയ്യൻ, അവൻ്റെ പപ്പ പറഞ്ഞു ഇരട ചേരൽ. അവൻ എന്ത് ഇരിക്കത്തില്ല, കുസൃതിയ. അല്പം കഴിഞ്ഞപ്പോൾ അവൻ്റെ പപ്പ ചൂട ഇരട ചേരൽ എന്ന് പറഞ്ഞു. അവൻ ഇരുന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ജോയി എങ്ങടെ? പപ്പ പറഞ്ഞപ്പോൾ ഞാൻ ചേരൽ ഇരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുക. ഇതാ ഇനമല്ല, ഞാൻ വിവരിക്കുന്നില്ല. ദൈവമക്കളെ, വിശ്വാസികളെ, പാടിയ കൊയരംഗങ്ങളെ, യുവക്കന്മാരെ, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അനുസരിക്കുക. അനുസരിക്കുന്ന തലമുറകളെ ദൈവം കൈവിടുകയില്ല. സമയം പോയല്ലോ, തിരുവരി പറഞ്ഞില്ലെങ്കിലും സമയത്ത് നിർത്താൻ പോവുകയാണ്. എല്ലാവരും ഉണർന്ന് ചലിച്ച, എനിക്കാണെങ്കിൽ ആവേശകരമായി പ്രസംഗം ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ആളാണ്. നാലാമത്തെ, വിശ്വാസം. എന്തുവാ മോനെ? ദൈവം പറഞ്ഞ മോറിയ മലയിൽ യാഗമായി അർപ്പിക്കുവാണ്. യാതൊരു മടിയില്ലാതെ ഇസ്ഹാക്കിനെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ കത്തിയെടുത്തു, ഇഞ്ചിഞ്ചായി തുണ്ടമായി മുറിച്ച യാഗമായി അർപ്പിക്കുവാണ് അബ്രഹാം. പക്ഷെ ദൈവം ഇടപെട്ടു. ദൈവം വിളിച്ചു, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. അവിടെ ബാലിന് പകരം ഒരു ആട്ടിൻകുട്ടിയെ ദൈവം ഒരുക്കി. ഞാൻ ഇതുവരെ പ്രസംഗിച്ച പ്രസംഗം മറന്നാലും നിങ്ങൾ അടുത്ത വാക്ക് മറക്കരുത്. എല്ലാ കൊട്ടാരക്കര, പുനലൂർ, ഭദ്രാസന വിശ്വാസികളെ അടുത്ത വാക്ക ഉള്ളങ്ങളെ ഉണരട്ടെ, ചലിക്കട്ടെ. അബ്രഹാമിൻ്റെ വിശ്വാസം അറിയാമോ? അബ്രഹാമിൻ്റെ പൊന്നോമനായി ഇസ്ഹാക്ക് തുണ്ടമായി ഇഞ്ചിഞ്ചായി മരിച്ച ചാരമായാൽ ആ ചാരത്തിൽ നിന്ന് ഒരു ഇസ്ഹാക്കിനെ ഉയർത്താൻ ദൈവം മറിയാവനെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഈ പന്തലി ദൈവമക്കളെ, നിങ്ങൾ വന്ന വൃതാവല്ല. നിന്റെ വിശ്വാസത്തെ ആദരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. വിശ്വാസം നിങ്ങൾക്ക് സമ്മാനമായി ഒരു വാക്കോടെ പറഞ്ഞ് നിർത്താം. എല്ലാവരും ബൈബിൾ നാളെ മുതലുള്ള ഷാംബി അച്ഛൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അച്ഛൻ്റെയൊക്കെ ഗീവറിസ് അച്ഛൻ്റെയൊക്കെ പ്രസംഗം വേദപുസ്തകം കൊണ്ടുവരണം. അടുത്തൊരു വാക്യം 22-ാം അധ്യായം 17-ാമത്തെ വാക്യം എടുത്തോര് വായിച്ചേ. ഞാൻ നിന്നെ ഐശ്വര്യം, അബ്രഹാമേ, നീ ഹോമയാഗം അർപ്പിച്ചു, നിന്റെ മനസ്സ് ഞാൻ കണ്ടു, നിന്റെ അർപ്പണം ഞാൻ കണ്ടു, നീ കൃപാനിയായി മാറുവാണല്ലോ. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചാട്ടും. ഹോമയാഗമായി അർപ്പിക്കാൻ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനത്തിൽ ദൈവം ഇടപെട്ടു. ഒരു കൃപാനിയായി മാറുവാൻ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം വിശ്വാസത്തോടെ ഏൽപ്പിക്കുവാണ്. എൻ്റെ തലമുറകളെ, എൻ്റെ സഭയെ, കൊട്ടാരക്കര മർത്തമ, കൊട്ടാരക്കര സെൻറ്റർ മുതൽ കൊട്ടാരക്കര ഡയോസസ്, പുനലൂർ സെൻറ്റർ, പുനലൂർ ഡയോസ് ഉൾപ്പെടെ എല്ലാ ഭവനങ്ങളുടെ മേലും ഇടവകയുടെ മേലും കൊച്ചു വിശ്വാസത്തെ ഉയർത്തിയാതിരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. തീത്തുസ്ലിമീനയുടെ വലിയ നേതൃത്വത്തിൽ മലങ്കര സഭയിൽ ശക്തമായ നേതൃത്വ നിരയെ നിൽക്കുന്ന തിരുമേനിയുടെ സാന്നിധ്യം നമുക്ക് സന്തോഷം വരുന്ന ഇവിടുത്തെ ബിഷപ്പ് സെക്രട്ടറി, ഡയോസസ് സെക്രട്ടറി, ട്രഷറർ, എല്ലാ സംഘാടകര അച്ഛന്മാർ, ജൂനിയറും വലിയരുമായ പ്രിയപ്പെട്ട അച്ഛന്മാർ, കൊയരംഗങ്ങൾ, ഭദ്രാസന ട്രഷറർ, ഭദ്രാസനത്തിലെ കമ്മിറ്റിക്കാർ, സഭയുടെ വിവിധ പ്രവർത്തന മേഖല നിൽക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് വാഴ്ത്തുന്നു. അബ്രഹാമിനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹത്തിലെ വഴിയിലേക്ക് നയിച്ചു. അബ്രഹാമിൻ്റെ ജീവിതം നമ്മൾ ഇന്ന് രാത്രി ധ്യാനിച്ചു. 1, ഒരു വേർപെട്ട ജീവിതം. 2, ആശ്രയത്തിൻ്റെ ജീവിതം. 3, ശുദ്ധീകരണത്തിൻ്റെ ജീവിതം. തവേ ദൈവം വിളിക്കുമ്പോൾ അനുസരണത്തോട് ഫലകരമായ ഒരനുഭവത്തിൽ വിശുദ്ധിയോട് നിൽക്കുവാൻ എൻ്റെ മേൽ നിന്റെ കൃപ ചൊരിയണമേ. 68ാമത്തെ കൺവെൻഷൻ്റെ 4ാം രാത്രിയിൽ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ
എൻ്റെ കുഞ്ഞുങ്ങൾ ദൂരെയാണേലും അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എനിക്ക് വേദി ക്രമീകരിച്ച ഏറ്റവും പ്രിയങ്കനായ തിരുമേനിയോടും എല്ലാ സംഘാടകരച്ഛന്മാരോടും ജനങ്ങളോടും പ്രത്യേക നന്ദിയുണ്ട്. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാ ദൈവമക്കൾ കണ്ണടച്ച തിരുമേനി ക്രമീകരിക്കുന്ന രീതിയിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുമല്ലോ. നമുക്ക് ഒന്നിച്ച് കണ്ണുകൾ അടച്ച ഒരു ചരണം പാട്ട ശബ്ദം, ആര് കണ്ണു തുറക്കരുത്. ദൈവഭയത്തോട് അർപ്പണത്തോട് ഇതൊരു വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുവാണ്. ഒരു യാഗം നടക്കാൻ പോകുകയാണ്. എൻ്റെ ദൈവമേ, അത് മോറിയയുടെ മലയിൽ മാത്രമല്ല, ക്രൂശിൻ്റെ അനുഭവം മാത്രമല്ല, കൊട്ടാരക്കര ഭദ്രാസനത്തിൻ്റെ കൺമനസ്സിൽ 4-ാമത്തെ രാത്രിയിൽ ഈ മനോഹര പന്തലിൽ കർമ്മേലിൽ ഏലിയാവ് അർപ്പിച്ച അപ്പോൾ ആത്മീയ തീ ഇറങ്ങിയതുപോലെ എല്ലാ ദൈവമക്കൾ നാവ് കൊണ്ട് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഈ പന്തലിൽ ഞങ്ങളുടെ പിതാക്കന്മാരെ നയിച്ച ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥന. അർപ്പണത്തോട് ശബ്ദം ഉയർത്തി കൊയരങ്ങനോട് ചേർന്ന് നമുക്ക് എല്ലാവർക്കും പാടാം. താല്പര്യമുള്ളവർ കണ്ണടച്ചു പാടാം. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ച പുത്രനെ തന്നു, നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ, കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. അടുത്ത ചരണം പാടുമ്പോൾ നിങ്ങളുടെ വലത് കരം ഉയർത്തി പാടാം പ്ലീസ്. അന്നവസ്ത്രങ്ങൾ ഇല്ലാതെന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ, നിന്മഹാ കൃപയ്ക്കായി. തിരുമേനിയുടെ അനുവാദത്തോടെ ആ പാട്ടിൻ്റെ ആദ്യ ചരണം എഴുന്നേറ്റ് നിന്ന് പാടാം പ്ലീസ്. എല്ലാവരും 2 കരം ഉയർത്തി പാടാം, കണ്ണടച്ചുകൊണ്ട് പാടാം. ഒന്നുമില്ലായ്മയെ വീണ്ടെടുത്ത് നടത്തിയ ദൈവത്തിൻ്റെ കൃപ വർണ്ണിച്ചുയർത്തി തവേ ഒരു നല്ല കൃപാനിയായി മടങ്ങുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ച പുത്രനെ നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ, നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. എല്ലാവരും 2 കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടാ. ഈ പന്തലിന്മേൽ ഒരു വിടുതലിൻ്റെ ഒരു കൃപാനയുടെ അനുഭവമായി ഒരു പുതുക്കത്തോടെ വചനം കേട്ട മനസ്സാന്തര അനുഭവത്തിൽ രക്ഷയുടെ അനുഭവത്തിൽ നിത്യജീവന്റെ പങ്കാളികളായി മാറുവാൻ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥന. കൈകൾ താത്തിട.